കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് അരുളി ചെയ്ത തിരുവായ്മൊഴികളെ ചിന്തിക്കുകയാണല്ലോ. ഒന്നാമത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. രണ്ടാമത് തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരുവനോട് കർത്താവ് പറയുന്ന അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യങ്ങൾ. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. കർത്താവിനോട് കൂടെ പറുദീസയിലിരിക്കുമെന്നുള്ള വാഗ്ദത്തം കർത്താവ് ആ കള്ളന്മാരിൽ ഒരുവന് കൊടുക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അതിക്രമക്കാരോട് കൂടെ ക്രൂശിക്കപ്പെടുമെന്നുള്ള വ്യക്തമായ തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിനെ ക്രൂശിച്ചത് രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെയായിരുന്നു. ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ നടുവിൽ ക്രിസ്തു കിടക്കുകയാണ്. ഇങ്ങനെ ക്രൂശിക്കുവാൻ കാരണം യേശു ഇവരിൽ ഒരുവനെ പോലെയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ യേശു ഇവരിൽ ഒരുവനെ പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അവരിരുവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാർ, യേശുവോ അരുതാത്തതൊന്നും ചെയ്യാത്തവനായ ക്രിസ്തു. യേശു കർത്താവ് ക്രൂശിൽ വെച്ച് അവരെപ്പോലെ ആയി തീർന്നില്ല എന്നുള്ളതാണ്. അവരിരുവരും യേശുവിനോട് യാചിക്കാൻ തക്കവണ്ണം യേശു അവരുടെ നടുവിൽ ഒരു യജമാനനെ പോലെ കർത്താവായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവിൻ്റെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അധികാരമില്ലാതാക്കാൻ ക്രൂശിൽ വെച്ച് പോലും മനുഷ്യർക്ക് സാധിച്ചില്ല, ഇനിയൊട്ടും സാധിക്കുകയുമില്ല. കാരണം അവൻ രാജാതി രാജാവാണ്. കുറ്റവാളികളുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കുവാനുള്ള മാനുഷിക ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇതിലും ഒരു ദൈവ ഉദ്ദേശം നിറവേറി എന്നുള്ളതാണ്. യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ. യെശയ്യാ പ്രവാചന പുസ്തകം 53:12. ഇങ്ങനെ ഒരു പ്രവചനം നിറവേറുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാവില്ല യേശുവിനെ നടുവിൽ ക്രൂശിച്ചത്. ഇതൊക്കെ ഇത്ര കൃത്യമായി വന്നതെങ്ങനെ എന്ന് ചോദിച്ചു പോകാം. നാം അതിശയിച്ചു പോകും. വിദഗ്ധമായ ഒരു ശില്പി പിന്നിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്യുന്നത് പോലെ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നാം അതെല്ലാം ദൈവഹിതം. അതാണ് പത്രോസ് പറഞ്ഞത്, നീ അഭിഷേകം ചെയ്തു നിൻ്റെ പരിശുദ്ധ ദാസന് സംഭവിക്കണമെന്ന് നിൻ്റെ കൈയും ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മുൻ നിർണയപ്രകാരം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ശിക്ഷ വിധിച്ച പിലാത്തോസ് ശിക്ഷ വിധിക്കുമ്പോഴും കൈ കഴുകുമ്പോഴും ജനം ക്രൂശിക്കണമെന്ന് അർക്കുമ്പോഴുമെല്ലാം കർത്താവ് ഇങ്ങനെയൊക്കെ കടന്നു പോകണം എന്നുള്ളത് ദൈവ നിശ്ചയമാണ്. പാപികളെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടവൻ, പാപികളെ രക്ഷിപ്പാൻ വന്നവൻ, ഇതാ പാപികളോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അനുതപിക്കുന്ന ഏത് പാപിയും വാസ്തവമായി രക്ഷിക്കുന്ന ക്രിസ്തു ക്രൂശിൽ വെച്ച് ആ ശുശ്രൂഷ വീണ്ടും തുടരുകയാണ് എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു വലിയ പാപിയാണ് ഇവിടെ രക്ഷിക്കപ്പെടുന്നത്. നാം ആരായിരിക്കുന്നു എന്നല്ല, ആരായിത്തീരും എന്നാണ് കർത്താവ് വ്യക്തമായി കാണുന്നത്. ക്രൂശീകരണ വേളയിൽ ക്രിസ്തുവിൻ്റെ
രക്ഷയുടെ ഉദ്ദേശം ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നില്ല, അത് ശക്തീകരിക്കപ്പെടുകയായിരുന്നു. സാധാരണക്കാർ തങ്ങളുടെ അന്ത്യവേളയിൽ ആരെയും രക്ഷിക്കാറില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടാകത്തില്ല. എന്നാൽ യേശുവാകട്ടെ ഒരു പരമ പാപിയെ പറുദീസയ്ക്ക് യോഗ്യനാക്കി തീർക്കുന്ന ഒരു രക്ഷണ്യ പദ്ധതി അവിടെ നിവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽ മനുഷ്യൻ നിലവിളിക്കുന്നു, എന്നെ ഓർക്കണമേ. അതിൻ്റെ മറുപടിയാണ് രക്ഷ എന്നുള്ളത്. പാപമോചനമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ കഠിന പാപിക്ക് കർത്താവ് നൽകിയത് അത് തന്നെയാണ്. ഏത് പാപിയെയും രക്ഷിക്കാൻ യേശുവിന് കഴിയും. ക്രിസ്തു സ്നേഹിക്കാത്ത പാപിയില്ല, ക്രിസ്തു ക്ഷമിക്കാത്ത പാപമില്ല. കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 2:21. അപ്പോൾ കർത്താവ് പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. അവനിലൂടെ രക്ഷണ്യ പദ്ധതി നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അത് ക്രൂശിൽ കിടന്നാലും അങ്ങനെ തന്നെയാണ്. അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശിലെ 3 വ്യക്തികളെ നമ്മൾ കാണുകയാണ്. ഇവിടെ 3 വ്യക്തികളാണ് ക്രൂശിൽ കിടക്കുന്നത്. ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ പിന്നീട് രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ വേർതിരിച്ചു. വലത്തുഭാഗത്ത് കിടക്കുന്ന കള്ളനാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ബൈബിൾ പറയുന്നില്ല, അത് ചിലരുടെ സങ്കല്പം മാത്രമാണ്. ഈ ക്രൂശിലെ 3 വ്യക്തികൾ 3 വസ്തുതകളെ വ്യക്തമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന്, പാപി, ക്രിസ്തുവിനെ ദുഷിക്കുന്നവൻ, സത്യമറിഞ്ഞിട്ടും ധിക്കാരിയായി തുടരുന്നവൻ. അവൻ ആരാണ്? പാപത്തിൽ മരിച്ച മനുഷ്യൻ. അവൻ പാപിയായിരിക്കുന്ന മനുഷ്യൻ. ഒരു രക്ഷകനാണ് ക്രിസ്തുവെന്നുള്ള അറിവ് അവന് ലഭിച്ചുവെങ്കിലും അവൻ പാപത്തിൽ തന്നെ തുടരുകയാണ്. 2, രക്ഷകൻ, അരുതാത്തതൊന്നും ചെയ്യാത്ത യേശു വാസ്തവമായി അനുതപിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവരെ രക്ഷിക്കുന്നവനായ കർത്താവ്. അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചവൻ. രണ്ടാമത്, രക്ഷകനായ ക്രിസ്തുവിനെ കാൽവറിയുടെ ഉന്നതങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട്, രക്ഷിക്കപ്പെട്ടവനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഞാനൊരു പാപിയാണെന്നും ക്രിസ്തുവിനെ എനിക്കാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനാൽ പറുദീസയ്ക്ക് പ്രാപ്തനായവനാണ് ഈ രക്ഷിക്കപ്പെട്ടവനായ മനുഷ്യൻ. പാപത്തിൽ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ മാനസാന്തരപ്പെടുവാൻ ജീവിതത്തെ വിട്ടുകൊടുത്തു. അവൻ മാനസാന്തരപ്പെട്ടു. എല്ലാവരും കർത്താവിനെ കാണുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്തവൻ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവരുടെയും രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെയും പ്രതിനിധികളായിട്ട് നിൽക്കുക. പ്രിയമുള്ളവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആർക്കും വിദൂരമായിരിക്കുന്നൊരവസ്ഥയിലല്ല. എല്ലാവരും ക്രിസ്തുവുമായി തുല്യ അകലത്തിൽ കഴിയുന്നവരാണെങ്കിലും സ്വീകരിക്കുന്നവർ നിത്യതയിലേക്കും കർത്താവിനോടുകൂടെ കൂടെ വാഴുകയും ചെയ്യും. എല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്നു. പാപം നിമിത്തം നിത്യ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതുപുത്തൻ പ്രത്യാശ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അത് നിത്യമായിരിക്കുന്ന പറുദീസ എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനം, അല്ലെ, ക്രിസ്തു കിടക്കുന്ന നടുവിലാണ്. കർത്താവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ എവിടെയും നടുവിലാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായിട്ട് കർത്താവ് നടുവിൽ നിൽക്കും. ജ്ഞാനികളായിരിക്കുന്ന
ആളുകളുടെ നടുവിലിരിക്കുന്ന ആ ചെറുപ്രായത്തിലെ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തള്ളിയിടുവാൻ കൊണ്ടുപോയ ജനത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ത്യത്താഴത്തിൻ്റെ ആ പ്രത്യേക സന്ദർഭത്തിൻ്റെ നടുവിൽ കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഭയന്ന് ഇരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് ഇറങ്ങുന്നു. പാരിനും പരത്തിനും നടുവിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തസ്കര മധ്യത്തിൽ, കാലത്തിൻ്റെ മധ്യത്തിൽ, തൃത്വത്തിൻ്റെ മധ്യത്തിൽ മൂപ്പന്മാരുടെയും മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കട്ടെ, നമ്മുടെ ഭവനത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കട്ടെ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി നിൽക്കട്ടെ. അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കള്ളനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഭാവി എന്ന് പറയുന്നത് വരുന്ന നാളുകളിലല്ല, ഇന്ന് തന്നെ എന്നാണ്. ദുഷ്പ്രവൃത്തിക്കാരിൽ മനസ്സാന്തരപ്പെട്ടവൻ കർത്താവിനോട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്ത് കൊള്ളണമേ. യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഈ മനുഷ്യൻ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞെന്നറിയാമോ? ഇവനൊരു രാജാതിരാജാവാണെന്നുള്ള തിരിച്ചറിവ് ചില നിമിഷം കൊണ്ട് അവന് പിടികിട്ടി. ഈ മനുഷ്യരെ തെറ്റ് ചെയ്തത് നിമിത്തം ശിക്ഷയ്ക്ക് വിധിച്ചത് എപ്പോഴെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ചാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ പറ്റിയുള്ള വിസ്താരങ്ങളും എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമെല്ലാം ഇവർ കേട്ടിരിക്കണം. ക്രൂശിലെ മേലെ എഴുതുവാൻ വേണ്ടി എഴുതിയിരുന്ന കാര്യങ്ങൾ അവർ വായിച്ചു കാണും. നസ്രായനായിരിക്കുന്ന യേശു, യഹൂദന്മാരുടെ രാജ. അവന് വ്യക്തമായി ചില ഉൾക്കാഴ്ചകൾ ആ മനുഷ്യന് ലഭ്യമായി തീരുകയാണ്, അവന് കിട്ടുകയാണ്. മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുകയില്ല. യേശു രാജാവ് തന്നെയാണ്. ഇന്ന് ലോകമനുഷ്യൻ ഇവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്നുവെങ്കിലും ഭാവിയിൽ പൊൻകിരീടധാരിയായിട്ട് ഇവൻ രാജാതിരാജാവായിട്ട് വാഴും. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കിരീടധാരിയായിട്ട് ഇറങ്ങി വരുന്ന കർത്താവിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കർത്താവ് വാഴ്ച നടത്തുന്ന കാലഘട്ടത്തിൽ ആ കർത്താവിനോടുകൂടെ ഒരു ഭാവി തനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ്. കർത്താവ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇന്ന് നീ എന്നോടുകൂടെ. കർത്താവെ ഓർക്കണമേ എന്ന് ചോദിച്ചവനോട് അന്ന് എന്നല്ല, എന്നുമല്ല, ഇന്ന് എന്ന് മറുപടി കൊടുക്കുന്നവനായ കർത്താവിനോട് പറഞ്ഞ മറുപടി ചില കാര്യങ്ങൾ കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് ഒരു വലിയ ഉറപ്പിൻ്റെ ശബ്ദമാണിത്. നിശ്ചയമില്ലാത്ത വാക്കുകളല്ല കർത്താവ് അവിടെ ഉരുവിട്ടത്. നിന്റെ കാര്യം ആലോചിക്കാമെന്നോ നിന്റെ കാര്യം പരിഗണിക്കാമെന്നോ അല്ല കർത്താവ് അവിടെ വെളിപ്പെടുത്തിയത്. ഇന്നു നീ, അതെ നീ തന്നെ, സംശയിക്കേണ്ട, മറ്റൊരുവനല്ല, നീ തന്നെ, അത് ഇന്ന് തന്നെ. നമ്മളെല്ലാം മറ്റൊരു ദിനത്തിലല്ല, ഇന്ന് തന്നെ. അതുപോലെ ഉറപ്പ് നൽകുവാൻ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഏത് മത നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു ഒരു മത നേതാവായിരുന്നില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു
പ്രതീക്ഷ നൽകത്തക്കവണ്ണം അധികാരമുള്ളവൻ. സത്യമായിട്ട് പറയുന്നു, സത്യം എന്തൊരു ഉറപ്പാണ്! ഇന്നെന്ന് പറയുമ്പോൾ എന്തൊരു വേഗതയാണ്! എന്നോട് കൂടെ എന്തൊരു സഹിത്വമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, എന്തൊരു പദവി പറുദീസയിൽ. അപ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം, ആനന്ദം! അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അടുത്ത ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിപരമായിരിക്കുന്ന ഒരു രക്ഷ, ഒരു വീണ്ടും ജനനം, മാനസാന്തരം. ക്രൂസിലെ 1-ാം മൊഴിയിൽ യേശു സകല ലോകത്തിന് വേണ്ടി അഭയയാചന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ മുഴുവൻ ലോകത്തിനും സന്ദേശം നൽകിയ ക്രിസ്തു ഇപ്പോൾ വ്യക്തിപരമായി സംസാരിക്കുന്നു. 1-ാം മൊഴിയിൽ പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്ന കർത്താവ്. 2-ാം മൊഴിയിൽ അത് ഉറപ്പായി വാഗ്ദാനം ചെയ്യുന്ന കർത്താവിനെ നമുക്കവിടെ കാണുന്നു. കർത്താവ് കൊടുക്കുന്നു. കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു. പക്ഷേ നാം അത് വ്യക്തിപരമായി സ്വായത്തമാക്കണം. നീ ക്രിസ്തു അല്ലയോ ഞങ്ങളെയും രക്ഷിക്ക എന്ന് ആദ്യം അവർ ദുഷിച്ച് പറഞ്ഞവരാണ്. ക്രിസ്തുവല്ലയോ ഞങ്ങളെ രക്ഷിക്കുക, ക്രൂസിൽ നിന്ന് ഇറങ്ങി വരിക. ഇത് ഒരുതരം പ്രാർത്ഥനയാണ്, ധിക്കാരത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒരു പ്രാർത്ഥന ശബ്ദങ്ങൾ. അപ്പോൾ ഈ മനുഷ്യന് രക്ഷ നൽകുവാൻ കർത്താവ് ക്രൂസിൽ അപ്പോൾ ഈ മനുഷ്യൻ വ്യക്തിപരമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ ക്രൂസിനെ ധ്യാനിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശബ്ദം എന്തിനു വേണ്ടിയായിരിക്കണം? ആദ്യം 2 പേരും കർത്താവിനെ പരിഹസിച്ച് പറഞ്ഞു, യേശുവോ ഇവരോട് ക്ഷമിക്കണമേ എന്നപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. അനുഗ്രഹീത പ്രാർത്ഥന ശബ്ദം ഒരുവനെ രൂപാന്തരപ്പെടുത്തി. ഞങ്ങൾ ശപിക്കുന്നു, ഇവനോ ഞങ്ങളെ സ്നേഹിക്കുന്നു. യാതൊരു ചാബല്യമോ ചാഞ്ചല്യമോ ഇവനെ കാണുന്നില്ല. ഇവൻ രാജാവ് തന്നെയാണ്. അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലാത്ത ഇവൻ നീതിയോടുകൂടി നീണാൽ വാഴുന്നവനാണ്. ഈ കഠോര പാപിയായിരിക്കുന്ന എനിക്ക് മാനസാന്തരത്തിലേക്ക് എന്നെ തിരിച്ചു വിടുവാൻ കഴിഞ്ഞത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴമായി തിരിച്ചറിവ്. അപ്പോൾ നമ്മുടെ പ്രസംഗം മാത്രമല്ല, അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തേണ്ടതും ആവശ്യമാണ്. എന്നെ പറുദീസയ്ക്ക് യോഗ്യനാക്കിയ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. പേന പിടിച്ചെഴുതുവാൻ പറ്റില്ല, കാരണം കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നടന്നുപോയൊരു ട്രാക്റ്റ് കൊടുക്കുവാൻ, സുവിശേഷം പറയുവാനോ സാധ്യമല്ല. കാലിലും ബന്ധനമുണ്ട്. ഇനി ആകെയുള്ളത് അല്പം ശബ്ദവും സ്വല്പം സമയവും മാത്രമാണ്. ആ ശബ്ദം അവൻ വിലപ്പെട്ട 2 കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഒന്ന്, ദുഷിക്കുന്നവനെ തിരുത്തുവാൻ അവൻ ശ്രമിച്ചു ആ ക്രൂശിൽ കിടന്നുകൊണ്ട്. മറ്റവൻ പരിഹാസം അപ്പോഴും നിർത്തിയിട്ടില്ല. അവൻ ക്രിസ്തുവിനെ ഇപ്പോഴും പരിഹസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലൂക്കോസ് 23:39. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ മറ്റവനെ ശാസിച്ചു. സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഞാനും നീയും അരുതാത്തത് പ്രവർത്തിച്ചു, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമ്മെ രക്ഷിച്ച പൊന്നേശുനാഥനെ ചിലർ ദുഷിക്കുമ്പോഴും കേട്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അവനെ തിരുത്തുവാൻ നമ്മുടെ ശബ്ദം ഉയർത്തണമെന്നുള്ളതാണ്. നമ്മളെ രക്ഷിച്ച വീണ്ടെടുപ്പുകാരനെ കർത്താവിനെ ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, സഹോദര സഹോദരി, അങ്ങനെയല്ല. അവൻ രക്ഷകനെന്ന് ഉറക്കെ പറയുവാൻ നമ്മുടെ ശബ്ദം ഉയർത്തണം. 2, ക്രൂശിതനോട് പ്രാർത്ഥിക്കുവാൻ, കർത്താവേ എന്നെ ഓർത്തുകൊള്ളണമേ
എന്നവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഫലമോ, ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലിരിക്കും എന്ന് ഉറപ്പ് അവന് കിട്ടി. ക്രൂശിക്കപ്പെട്ടവനെ രക്ഷിതാവായി കാണുന്ന ബുദ്ധിമാന്മാർ എക്കാലവുമുണ്ട്. അവർക്കുള്ള പ്രതിഫലം പരദീസയാണ്. പരദീസയോ യേശുവിനോട് കൂടെയുള്ള വാസമോ എന്ന് പ്രാപിക്കുവാനും അനുഭവം, അവൻ മുൻ അനുഭവങ്ങളൊന്നും ചോദിച്ചില്ല, ഹൃദയത്തിൽ ഊഹിച്ചതു പോലുമില്ല. അങ്ങനെയൊന്നും നിനക്ക് ലഭ്യമായി തീരുമോ എന്നൊന്നും അവൻ വിചാരിച്ചില്ല. പ്രാർത്ഥിക്കുവാനുള്ള യാതൊരു യോഗ്യതയും അവനില്ല. എങ്കിലും ക്രിസ്തു അവന് നൽകിയ മറുപടി അത് ശ്രേഷ്ഠതയുള്ളതായിരുന്നു. നാം ചോദിക്കുന്നതിലും നിരയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവനായ നമ്മുടെ ദൈവം. എഫേസ്യ ലേഖനം 3:20 പാപി പരദീസയിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഇവിടെ പറയുന്ന പരദീസ സ്വർഗമല്ല. അന്ന് കർത്താവ് സ്വർഗത്തിൽ പോയില്ല. ക്രൂശിൽ മരിച്ചതിൻ്റെ 3-ാം നാൾ മഗ്നരക്കാരത്തിയോട് കർത്താവ് പറയുന്നു, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ കയറിപ്പോയിട്ടില്ല. യോഹന്നാൻ 20:17. അങ്ങനെയെങ്കിൽ ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കുമെന്ന വാഗ്ദത്തം എങ്ങനെയാണ് നിറവേറിയത്? ഇതിൻ്റെ മറുപടി, യേശു പോയത് പാതാളത്തിലെ പരദീസയിലേക്കാണ്. പത്രോസിൻ്റെ 1 ലേഖനം 3:19, എഫേസ്യ ലേഖനം 4:8, യോഹന്നാൻ 20:17 ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ഭൂമിയുടെ അടിയിലുള്ള പാതാളത്തിലെ 1-ാമത്തെ തട്ടെന്ന് വിശേഷിപ്പിക്കുന്ന പരദീസയിലേക്ക് പോയി. കാരണം അവിടെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാർക്കുന്നു. താൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ഈ സ്വർഗത്തിലേക്ക് പോകുകയില്ല എന്നുള്ള വാഗ്ദത്തം വചനം നിവർത്തിക്കണമെങ്കിൽ കർത്താവ് ക്രൂശിൽ മരിക്കണം, പാതാളത്തിൽ പരദീസയിൽ ചെല്ലണം, അവിടുന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറണം. അപ്പോൾ അവനെ എവിടെ ഇരുത്തി? വരുന്ന വിശുദ്ധന്മാർ പാർക്കുന്ന പരദീസയിലേക്ക് അവനെ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, പ്രാണനെ വിട്ടാൽ പിന്നെ നാം എവിടെ? യോബ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രാണനെ വിട്ടാൽ കർത്താവിൽ ജനിച്ച് ജീവിച്ച കർത്താവിൽ മരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിൽ മറയുമെന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ ജനിക്കാതെ, ക്രിസ്തുവിൽ ജീവിക്കാതെ, ക്രിസ്തുവിൽ മരിക്കാതെ പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി നിത്യ ശിക്ഷാവിധിയുടെ ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടും, യാതന സ്ഥലത്തേക്ക് തള്ളപ്പെട്ടു പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാതെ കർത്താവിലൂടെ ലഭ്യമായി തീർന്ന നൊടിനേരം കൊണ്ട് ലഭിച്ച രക്ഷ പരദീസയ്ക്ക് അവകാശിയായി ആ കള്ളൻ തീർന്നതുപോലെ കർത്താവിൻ്റെ ഭവനത്തിനും സകലത്തിന് അവകാശിയായി തീരുവാൻ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.